pivot table ഫോമുലാസ് എഴുതാതെ ലാർജ് ഡേറ്റാ സെറ്റിനെ ക്വിക്കായിട്ട് സമ്മറൈസ് ചെയ്യാം, അനലൈസ് ചെയ്യാം വിത്ത് pivot table. ഇനി എങ്ങനെയാണ് pivot table ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് എൻ്റെ ഡേറ്റാ സെറ്റ്. ഈ ഡേറ്റാ സെറ്റിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇൻസേർട്ട് ടാബിൽ പോവാം. pivot table. ഫ്രം ടേബിൾ റേഞ്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. എൻ്റെ ഡേറ്റാ സെറ്റിന് ചുറ്റും ഒരു ഡാൻസിങ് ബോർഡർ കാണാം. എൻ്റെ ഹോൾ ഡേറ്റാ സെറ്റ് സെലക്റ്റഡ് ആയിട്ടുണ്ട്. ആ റേഞ്ച് ഇവിടെ കാണാം. ഇനി എവിടെയാണ് pivot ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. പുതിയ വർക്ക്ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്യണോ അതോ ഈ ഒരു വർക്ക്ഷീറ്റിൽ തന്നെ ചെയ്ത് തന്നാൽ മതിയോ എന്ന് ചോദിക്കുന്നു. എനിക്കിപ്പോൾ ഈ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിൽ pivot ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ മതി. എവിടെയാണ് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തു, ബ്ലാങ്ക് സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ഈ ലൊക്കേഷൻ ഞാൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ നോക്കുമ്പോൾ കാണാം ഞാൻ സെലക്ട് ചെയ്ത ആ ലൊക്കേഷൻ്റെ അവിടെ ഒരു പ്ലേസ് ഹോൾഡർ വന്നിട്ടുണ്ട്. സൈഡിൽ ഒരു pivot ടേബിൾ ടാസ്ക് പെയിനും കാണാം. ഈ ടാസ്ക് പെയിനിൽ എൻ്റെ ഡേറ്റാ സെറ്റിലെ എല്ലാ കോളംസും കാണാം. ഇനി ഇവിടെ താഴെ കുറച്ച് ഏരിയാസ് കാണാം. ഫിൽട്ടർ, കോളംസ്, റോസ്, വാല്യൂ എന്ന് പറഞ്ഞ് കുറച്ച് ഏരിയാസ് ഉണ്ട്. എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് റീജിയൻ വൈസ് സെയിൽസ് ആണെന്ന് വിചാരിക്കാം. റീജിയൻ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട് ഇവിടെ. ആ ഫീൽഡ് ഇവിടെ കാണാം. സെയിൽ എന്ന് പറഞ്ഞ് ആ ഫീൽഡും കാണാം. സെയിൽസ് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയതുകൊണ്ട് തന്നെ വാല്യൂസിലേക്ക് ഞാൻ പ്ലേസ് ചെയ്യാണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ഈ റീജിയൻ ആണ്. റീജിയനെ ഒന്നുകിൽ നമുക്ക് കോളത്തിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് റോസിൽ വെക്കാം. ഞാനിപ്പോൾ റീജിയനെ എടുത്ത് കോളത്തിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഇവിടെ ഒരു pivot ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ. ഈ ഓറിയൻറ്റേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ റീജിയനെ ഡ്രാഗ് ചെയ്ത് റോസിൽ വെക്കാം. റീജിയനെ റോസിലേക്ക് വെച്ചു. അപ്പോൾ ഇതായി ഓറിയൻറ്റേഷൻ. ഓക്കെ. ഇനി എഗെയിൻ എനിക്ക് ഓരോ റീജിയൻ്റെയും സബ് കാറ്റഗറി വൈസ് സെയിൽസും കൂടെ കാണണം. എഗെയിൻ സബ് കാറ്റഗറി എടുത്ത് നമുക്ക് ഏത് കോളത്തിൽ വെക്കാം അല്ലെങ്കിൽ റോസിൽ വെക്കാം. ഞാൻ എഗെയിൻ സബ് കാറ്റഗറി എടുത്ത് റോസിൽ വെക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ pivot ടേബിൾ. ഇങ്ങനെ വേണ്ട, ഓരോ റീജിയൻ്റെയും സബ് കാറ്റഗറി വൈസ് സെയിൽസ് കാണാം. ഈ ഒരു രീതിയിൽ വേണ്ട എന്നുണ്ടെങ്കിൽ സബ് കാറ്റഗറി ഡ്രാഗ് ചെയ്ത് കോളത്തിൽ വെക്കാം. സി ഓറിയൻറ്റേഷൻ ചേഞ്ച് ആയി.